ഉടുപ്പിയില് നോൺ വെജ് അല്ലേ? നോൺ വെജാണ്. നോൺ വെജ് അല്ല, വെജിറ്റേറിയൻ ആണ് ഉടുപ്പി. നമ്മുടെ അവിടെ ഉടുപ്പി. ഞങ്ങളങ്ങനെ കോട്ടയെത്തി ഗൈസ്, കോട്ടയെത്തി. ഞങ്ങളങ്ങനെ കോട്ടയം കറങ്ങാൻ വന്നതാണ്. കറങ്ങാൻ വന്നതല്ല, ഉടുപ്പി ഹോട്ടലെത്തി. ഉടുപ്പി ഹോട്ടലെത്തി കഴിഞ്ഞ് പറഞ്ഞു ഞങ്ങളുടെ പറവൂരുണ്ട് ഉടുപ്പി ഹോട്ടല്. ഞാൻ അവിടെ കയറിയ ഫുഡൊക്കെ കഴിക്കണം. നല്ല ഫുഡാണ് കേട്ടോ. പക്ഷെ വെജിറ്റേറിയൻ മാത്രമേ ഉണ്ടാവുള്ളൂ. പക്ഷെ ഇപ്പം ഞങ്ങൾക്ക് നോൺ വേണം. നോൺ കഴിക്കാനായിട്ട് നടക്കുകയാണ്. നല്ലൊരു ഹോട്ടൽ കിട്ടും. റെയിൽവേ സ്റ്റേഷൻ്റെ ഫ്രണ്ടിൽ തന്നെ ഒരു ഹോട്ടൽ കണ്ട്. കുറച്ചും കൂടെ ഒരു നല്ലൊരു ഹോട്ടല് തപ്പി നടക്കുകയാണ് ഗൈസ്. ഒരാളാണെങ്കിൽ ആടിപ്പാടി കിടക്കാണ്. സ്വന്തം നാടല്ലല്ലോ, എങ്ങനെയാണെങ്കിലും നടക്കാമല്ലോ. ആരറിയാൻ പോണെന്ന്. നാട്ടിലാണ് നമ്മൾ ഭയങ്കര ഇതായിട്ട് നടക്കുള്ളൂ. സ്വന്തം നാടല്ലെങ്കിൽ നമുക്ക് തോന്നിയാൽ നടക്കാതാ. ഹോട്ടലിൽ തപ്പിപ്പിടിച്ച് കയറി. അയ്യോ, ഇപ്പൊ തട്ടിയാണ്. ഹോട്ടലിൽ ഞങ്ങൾക്കൊരു നല്ലൊരു ഹോട്ടലിൽ കിട്ടി. ഹോട്ടലിൽ കയറി ഫുഡ് കഴിക്കാനിരിക്കണം. നല്ല വിശപ്പുണ്ട്. എന്താണെന്ന് അറിയില്ല. എനിക്ക് ട്രെയിനിൽ കയറി കഴിഞ്ഞാൽ അപ്പം എനിക്ക് ഭയങ്കര വിശപ്പാണ്. അപ്പം എനിക്ക് ഫുഡ് കഴിക്കണം. എന്താണെന്ന് അറിയില്ല. എന്താണെന്ന് അറിയില്ല. എനിക്ക് അങ്ങനെ ഒരു അസുഖമുണ്ട്. അപ്പുറത്തെ ആളുടെ പ്ലേറ്റിൽ കൊണ്ട് ഇട്ടാനായിരുന്നു. ഇതൊക്കെ ഒരു കലയാണ്. പെൺപിള്ളേർക്ക് മാത്രം അറിയാൻ പറ്റിയ കലയാണ്. ആ പിള്ളേർ അത് ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പുറത്തെ പ്ലേറ്റിൽ കൊണ്ട് ഇട്ട് കൊടുക്കും. വലിയ റൈസ് ആയിരിക്കണം. എനിക്ക് ചെറിയ റൈസുള്ള ബിരിയാണി എനിക്ക് അത്ര ഇഷ്ടമല്ല. ഈ വലിയ റൈസുള്ള ബിരിയാണി ഇഷ്ടം. അതിൻ്റെ പേരെന്താണെന്ന് പറഞ്ഞിട്ടുണ്ടോ? ബസ്മതി എന്തോ സാധനമൊക്കെ പേരൊക്കെ ഉണ്ട്. അയ്യോ, പട്ടിയാണുണ്ടല്ലോ. ആ റൈസുള്ള ബിരിയാണി ആയതുകൊണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അത് ഞാൻ പിന്നെയും കഴിക്കും. മറ്റേത് എനിക്ക് പെട്ടെന്ന് മട്ടിക്കും. എനിക്കത് ഇഷ്ടമല്ല. ബിരിയാണിയൊക്കെ കഴിച്ച ഒരാൾ നടക്കണമെങ്കിൽ കോട്ടയം. ഞാനും കുഞ്ഞോടെ കോട്ടയം റെയിൽവേ സ്റ്റേഷനിൽ ഞങ്ങൾ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഒരു അമ്മാമ്മ വന്നുകൊണ്ട് ഞങ്ങളുടെ അടുത്ത് വന്നിരുന്നു. എന്നിട്ട് അമ്മാമ്മ പറഞ്ഞു, എന്നോട് പറഞ്ഞ് എന്ന് വെച്ചാൽ അമ്മയുടെ കഴുത്തി കിടക്കണതൊക്കെ ഗോൾഡാണെന്ന് തോന്നുന്നു. പക്ഷെ കാതിലും കയ്യിലും കിടക്കുന്നത് ഗോൾഡാണെന്ന് എനിക്ക് തോന്നുന്നുണ്ടായില്ല. പക്ഷെ അമ്മാമ്മനെ കാണാൻ നല്ല ഭംഗിയുണ്ട്, നല്ല സുന്ദരിയാണ്, നല്ല വെളുത്ത്, നല്ല വണ്ണമൊക്കെ ഉണ്ടായിട്ട് നല്ല അടിപൊളി, നല്ല ക്യാഷുള്ള വീട്ടിലെ അമ്മാമ്മയാണെന്ന് കണ്ടാൽ പറയും. അപ്പോൾ ഒറ്റ നോട്ടത്തിൽ അങ്ങനെ പറയുള്ളൂ. പിന്നെ ഞാൻ എന്ത് ചെയ്ത് അമ്മാമ്മയുടെ ഓരോ കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാൻ കാതിലും കഴുത്തിലോട്ടൊക്കെ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ കഴുത്തിലൊക്കെ ഗോൾഡാണെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. പക്ഷേ കാതിലും കയ്യിലും അല്ലാന്ന് തോന്നുന്നു. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അമ്മാമ്മ പറഞ്ഞതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അമ്മാമ്മയ്ക്ക് ഒരു മരുന്ന്, മറ്റേ ഇതില്ലേ ശ്വാസം മുട്ടുകാർക്ക് വായിൽ ചെയ്യണ ഒരു സാധനം ഉണ്ടല്ലോ, അത് ആ സാധനത്തിന് 900 സംതിങ് ആണ് അതിൻ്റെ എന്തോ വില എന്ന് തോന്നുന്നു. 900 എത്രയോ. അപ്പോൾ ആ അമ്മമ്മയുടെ 72 രൂപ കുറവുണ്ടായി. 72 രൂപ അമ്മമ്മയ്ക്ക് കൊടുത്തു. എന്നിട്ട് ആ അമ്മമ്മയുടെ പിന്നെ എക്സ്ട്രാ 20 ഉണ്ടായി. 20 ഇത് അടിച്ചിട്ട് വേണം 10-15 മിനിറ്റ് കഴിഞ്ഞിട്ട് അമ്മാമ്മയ്ക്ക് 20 രൂപയ്ക്ക് അമ്മാമ്മയ്ക്ക് ചായ വാങ്ങിച്ചു കുടിക്കണം എന്ന് പറഞ്ഞു. അപ്പം എൻ്റെ അടുത്ത് 72 രൂപ ചോദിച്ചു. ഞാൻ പറഞ്ഞു എനിക്ക് കൊടുക്കണതിന് കുഴപ്പമില്ല. അപ്പം എൻ്റെ അടുത്താണ് വന്ന് പറഞ്ഞത്. ഞാൻ എന്ത് ചെയ്തത് കുഞ്ഞിനോട് പറഞ്ഞു. അപ്പം എനിക്ക് കൊടുക്കണതിന് കുഴപ്പമില്ല. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കണ്ടു കഴിഞ്ഞിട്ട് ഉള്ള വീട്ടിലെ അമ്മാമ്മനെ പോലെ തന്നെ തോന്നുന്നുണ്ട്. അപ്പോൾ എനിക്ക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വേറെ ഒന്നുമില്ല. നമ്മൾ 1 രൂപ പോലും, എനിക്ക് എന്നെ സംബന്ധിച്ച് 1 രൂപ പോലും ഒരാൾക്ക് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ജെനുവിനല്ല എന്ന് അറിഞ്ഞു കഴിയുമ്പോൾ അയാൾ നമ്മളെ പറ്റിക്കുകയാണെന്ന് അറിഞ്ഞു കഴിയുമ്പോൾ എനിക്കത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ അടുത്ത് ഇപ്പം എന്ത് പെരുമാറിയാലും എങ്ങനെ പെരുമാറിയാലും എന്നെ ഒരാൾ പറ്റിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് എനിക്ക് അങ്ങേറ്റത്തോളം ബുദ്ധിമുട്ടെന്ന് വെച്ചാൽ അങ്ങേറ്റത്തോളം ബുദ്ധിമുട്ടാണ്. അപ്പം ആ അമ്മാമ്മയോട് ഞാൻ പറഞ്ഞു, അമ്മാമ്മയെ എന്നാൽ നമുക്കൊരു കാര്യം, ഞാൻ മെഡിക്കൽ ഷോപ്പിൽ പോയിക്കൊണ്ട് നമുക്ക് മരുന്ന് വാങ്ങിക്കാം, 72 രൂപ ഞാൻ കൊടുക്കാം, അമ്മാമ്മയെ നമുക്ക് ഒരുമിച്ച് പോയി വാങ്ങിക്കാമെന്ന് പറഞ്ഞു. കാരണം ഞങ്ങൾക്ക് ട്രെയിൻ വരാൻ കുറച്ച് ടൈം പിടിക്കും. അപ്പോൾ അമ്മാമ്മ പറഞ്ഞില്ല മക്കളെ, നിങ്ങൾ ആ 72 രൂപ എൻ്റെ കയ്യിൽ തന്നാൽ മതി, ഞാനത് പോയി വാങ്ങിച്ചോളാം. അപ്പം ഞാൻ പറഞ്ഞു വേണ്ട, അമ്മാമ്മയുടെ കൂടെ ഞങ്ങൾ വരാം, കുഴപ്പമില്ല എന്ന് പറഞ്ഞു. കാരണം ഞങ്ങൾക്ക് ട്രെയിൻ വരാനായിട്ട് ഇഷ്ടംപോലെ ടൈമുണ്ട്. എന്നിട്ടും അമ്മാമ്മ സമ്മതിക്കണില്ല. അമ്മാമ്മ പറഞ്ഞാൽ എൻ്റെ കൈ തന്നാൽ മതി, എൻ്റെ മരുമക്കൾ അറിഞ്ഞു കഴിഞ്ഞാൽ എന്നെ കൊല്ലും, നാണക്കേടാവും, ആ മെഡിക്കൽ ഷോപ്പുകാർക്ക് എൻ്റെ മെഡിക്കൽ ഷോപ്പുകാർക്ക് എൻ്റെ മരുമക്കളെയൊക്കെ അറിയാം, അപ്പം നിങ്ങൾ തന്നെന്ന് പറഞ്ഞാൽ നാണക്കേടാവും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങനെയൊക്കെ പറയുന്നത്. കുഞ്ഞിരുന്ന് ചിരിക്കുന്നു. നിങ്ങളുടെ വാങ്ങിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ആ മെഡിക്കൽ ഷോപ്പുകാർ അവരോട് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് നാണക്കേടാവും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങനെ മെഡിക്കൽ ഷോപ്പുകാർ അറിയാം. അല്ല, മെഡിക്കൽ ഷോപ്പുകാർ അറിയാം
അപ്പം ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, മെഡിക്കൽ ഷോപ്പ് ഇറങ്ങിയ മരുമോളെ വിളിച്ച് പറഞ്ഞാൽ മതി ഈ കാര്യം, എന്തുകൊണ്ട് പറഞ്ഞില്ല മാമ? അപ്പോൾ അവരോടായി പറ്റും. ഞങ്ങളിങ്ങനെ അറിഞ്ഞു കഴിഞ്ഞപ്പോ ഭയങ്കര ബുദ്ധിമുട്ടായി പോയി. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ വേണ്ട, അങ്ങനെ ഭയങ്കര ബുദ്ധിമുട്ടായി പോയി. കാരണം എന്താ വെച്ചാൽ നമ്മളെ പറ്റിക്കാനായിട്ട് അത്രയും നല്ലൊരു വീട്ടിലെ അമ്മാമ്മയാണ് കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇപ്പൊ കഴുത്തിലും കാതിലൊന്നും ഇല്ല, ഇപ്പൊ റോൾഡ് ഗോൾഡാണ്, അങ്ങനെയൊക്കെ ആണെങ്കിൽ നമുക്കൊന്ന് കൊടുക്കാന്ന് വിചാരിക്കാം. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഇതില്ലാത്ത ഒരാളെ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കൊടുക്കാന്ന് വിചാരിക്കുന്നത്. അത്യാവശ്യം കുഴപ്പമില്ല. എന്നിട്ട് ഈ അമ്മാമ്മ വന്നുകൊണ്ട് ഇങ്ങനെ നോണ പറഞ്ഞ് പൈസ വാങ്ങിക്കാനായിട്ട്, അതേസമയം അമ്മാമ്മ ഡയറക്റ്റ് ആയിട്ട് വന്ന് പറയാം, മക്കളെ എനിക്ക് വിശക്കുന്നു, എന്തെങ്കിലും എനിക്കൊന്ന് വാങ്ങിച്ചു തരാം. പക്ഷെ ഞാൻ അങ്ങനെ ആർക്കും അങ്ങനെ പൈസ കൊടുക്കണം, ആദ്യമൊക്കെ ഞാൻ കൊടുത്തു കഴിഞ്ഞാൽ പറ്റിക്കപ്പെടണം എന്ന് അറിഞ്ഞു കഴിയുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യും, ആരെങ്കിലും ഫുഡ് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഫുഡ് വാങ്ങിച്ചു കൊടുക്കുകയും ഞാൻ ചെയ്യുള്ളൂ. ഇതേപോലെ തന്നെ നൈറ്റ് ഒരു ദിവസം ഞാൻ എന്ത് ചെയ്ത്, തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷനിൽ നിൽക്കുന്ന സമയത്ത് ഒരു അമ്മാമ്മ വന്നുകൊണ്ട് പറഞ്ഞു, മോളെ എനിക്ക് എന്തെങ്കിലും വാങ്ങിച്ചു തരും, എനിക്ക് വിശന്നിട്ട് പാടില്ല എന്ന് പറഞ്ഞു. ഞാനപ്പോൾ തന്നെ എൻ്റെ ഫ്രണ്ടിനോട് ഞാനത് പറഞ്ഞു. എന്നിട്ട് എൻ്റെ ഫ്രണ്ട് എന്ത് ചെയ്ത് കാശ് കൊടുക്കാൻ പോയി. അപ്പം ഞാൻ പറഞ്ഞു, കാശ് കൊടുക്കണ്ട, ആ അമ്മാമ്മയ്ക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വാങ്ങിച്ചു കൊടുത്താൽ മതി എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ആ അമ്മാമ്മനെ കൂട്ടിക്കൊണ്ട് കടയിൽ പോയി. അമ്മാമ്മയ്ക്ക് എന്താ വേണ്ടതെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, അമ്മാമ്മയ്ക്ക് ഇഷ്ടമുള്ള ഏതാണെന്ന് വെച്ചാൽ അമ്മാമ്മ വാങ്ങിച്ച് കഴിച്ചോളാൻ പറഞ്ഞു. എൻ്റെ പുള്ളിക്കാരത്തി ആ കടക്കാരനോട് പറഞ്ഞു, ചായ വേണം, പിന്നെ പലഹാരം ഏതാണെന്ന് മോളെടുത്ത് തരാൻ പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, വേണ്ട, അമ്മാമ്മയ്ക്ക് ഇഷ്ടമുള്ള അമ്മാമ്മ വാങ്ങിച്ച് കഴിച്ചു, ഞാൻ പൈസ കൊടുത്തോളാം എന്ന് പറഞ്ഞു. എന്നിട്ട് അമ്മാമ്മ വാങ്ങിച്ച് കഴിക്കുകയും ചെയ്തു. എന്നിട്ട് അമ്മാമ്മ എന്ത് ചെയ്ത് എൻ്റെ അടുത്ത് താങ്ക്സ് എന്നും പറഞ്ഞുകൊണ്ട് പുള്ളിക്കാരത്തി എന്നെ തൊഴുത്. അങ്ങനെയൊക്കെ അവരുടെ ഒരു ഇതുണ്ടല്ലോ, അവരുടെ ഒരു മര്യാദയിൽ കാണിക്കൂല. അപ്പം അങ്ങനെ കാണിച്ചുകൊണ്ട് പുള്ളിക്കാരത്തി പോയി. അങ്ങനെയൊക്കെ എനിക്ക് ചെയ്യാനായിട്ട് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ അല്ലാണ്ട് ഇങ്ങനെ പറ്റിക്കൂല. പറ്റിക്കുമ്പോൾ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതിപ്പോൾ ആരായാലും, ഒരു പരിചയമുള്ള ആൾക്കാരായാലും പരിചയമില്ലാത്ത ആൾക്കാരായാലും എന്നെ പറ്റിച്ചു കഴിഞ്ഞാൽ എനിക്കത് ഭയങ്കര ബുദ്ധിമുട്ട്. എനിക്കത് താങ്ങാൻ പറ്റില്ല. അത് ₹1 പോലും ആയാലും. പക്ഷെ ജെനുവിനായിട്ട് എൻ്റെ അടുത്ത് വന്ന് ചോദിച്ചോ, ഞാൻ എന്ത് ചെയ്യാം, എൻ്റെ കയ്യിലുള്ള പൈസ ഉണ്ട്, അല്ലെങ്കിൽ പൈസയിൽ ഞാൻ കടം വാങ്ങിച്ചിട്ടാണെങ്കിലും ഞാൻ ആർക്കായാലും ഫുഡ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ വാങ്ങിച്ചു കൊടുക്കും. അതിന് എനിക്കൊരു കുഴപ്പമില്ല. അതിപ്പോൾ എൻ്റെ കയ്യിലില്ലെങ്കിൽ ഞാൻ ആരുടെയെങ്കിലും ഇറന്നിട്ടാണെങ്കിലും വാങ്ങിച്ചിട്ടാണെങ്കിൽ ഞാൻ കൊടുക്കും. അതേപോലെ തന്നെ റെയിൽവേ സ്റ്റേഷനിലൊക്കെ ഒരു അമ്മാമ്മമാരെൻ്റെ അടുത്ത് വന്നുകൊണ്ടിങ്ങനെ, ഞാൻ നൈറ്റൊക്കെ പോണ സമയത്ത് അമ്മാമ്മമാരെൻ്റെ അടുത്ത് വന്നുകൊണ്ടിങ്ങനെ പറയും. ഒരു അമ്മാമ്മ ഇതേപോലെ തന്നെ വന്നുകൊണ്ട് പറഞ്ഞ്, അപ്പോൾ അമ്മാമ്മയുടെ കാതിലും കഴുത്തിലൊന്നുമില്ല, അതൊരു ചെറിയൊരു മൂർത്തി മാത്രമുണ്ട്, വേറെ ഒന്നുമില്ല. അപ്പം ഞാൻ എന്ത് ചെയ്ത് അമ്മാമ്മേൻ്റെ അടുത്ത് ചായ കുടിക്കാൻ പൈസ ചോദിച്ചു. ഞാൻ എന്ത് ചെയ്ത് പൈസ എടുത്ത് കൊടുത്തു. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പുള്ളിക്കാരത്തി പിന്നെയും ചോദിച്ചുകൊണ്ടിരിക്കുന്നത്, ഞാൻ ഓർത്ത് ചായ കുടിക്കാനല്ല, വേറെ ഒന്നിനല്ലല്ലോ എന്ന് ഓർത്തുകൊണ്ട് ചായ കുടിക്കാനും ഒരു കടി വാങ്ങിച്ചു കഴിക്കാനുള്ള പൈസ ഞാൻ അങ്ങോട്ട് കൊടുത്തു. കാരണം വേറെ ഒന്നുമില്ല, അമ്മാമ്മനെ കണ്ടു കഴിഞ്ഞിട്ട് ഉള്ളതാണെന്ന് തോന്നുന്നില്ല, അതുകൊണ്ടാണ് ഞാൻ കൊടുത്തത്. അത് ഇനി വയസ്സാം കാലത്ത് എവിടെ പോയി എന്ത് ചെയ്യാനാണെന്നുള്ള ഒരു തരത്തിൽ എൻ്റെ അടുത്ത് ചോദിച്ച ലെവലിൽ ഞാൻ കൊടുത്തു. പക്ഷേ ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണെന്ന് എനിക്കറിയത്തില്ല. അടുത്ത് ഫുഡ് കഴിച്ച് ഞാൻ വാങ്ങിച്ചു കൊടുക്കും. അമ്മാമ്മയ്ക്ക് മരുന്ന് വേണമെങ്കിൽ ഞാൻ വാങ്ങിച്ചു കൊടുത്തു തന്നെയായിരുന്നു. പക്ഷേ അമ്മാമ്മയ്ക്ക് മരുന്ന് കിട്ടില്ല, പൈസ കയ്യിൽ മതി. അപ്പം അമ്മാമ്മനെ പറ്റിക്കണം. അപ്പം ഞാൻ എന്ത് ചെയ്യും, ഞാൻ ചെയ്തില്ല. ഞങ്ങൾ എന്ത് ചെയ്ത് അങ്ങനെ ഉള്ളത് നൈസായിട്ട് എഴുന്നേറ്റ് പോകും. കുഞ്ഞെന്ത് ചെയ്ത് പറയുമ്പോൾ അമ്മാമ്മനെ തപ്പിപ്പോയി. എന്നിട്ട് അമ്മാമ്മ അവിടെ ഒരു ഹോട്ടലിൽ കയറിയിരുന്നുകൊണ്ട് ചോറ് തിന്നണം, ഒരു കൂസലില്ലാണ്ട് ചോറ് തിന്നണം. പക്ഷെ എൻ്റെ അടുത്ത് പറഞ്ഞതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ വായലെടുക്കുന്ന ഇൻഹെയിലർ, ആ സാധനം ഇല്ലേ, അതെടുത്ത് ഇൻഹെയിലർ, ആ സാധനം എടുത്തുകൊണ്ട് പുള്ളിക്കാരത്തേക്ക് അത് അടിച്ചതിന് ശേഷം, അത് മെഡിക്കൽ ഷോപ്പിൽ പോയി വാങ്ങിച്ച് അത് അടിച്ചതിന് ശേഷം 10-15 മിനിറ്റ് ഇരുന്നതിന് ശേഷം ഫുഡ് കഴിക്കാൻ പാടുള്ളൂ. അത് ഫുഡ് കഴിക്കാനായിട്ട് എൻ്റെ കയ്യിൽ ആകെ ₹20 അതുകൊണ്ട് ഒരു ചായയും എന്തെങ്കിലും ഒരു കടിയും വാങ്ങിച്ച് ഞാൻ കഴിച്ചോളാം എന്ന് പറഞ്ഞ ആള് ഇപ്പോഴേ അവിടെ ഹോട്ടലിൽ കയറി ഇരുന്നുകൊണ്ട് ഒരു കൂസലില്ലാണ്ട് ഫുഡ് കഴിക്കണം. എന്ത് പറയാനാണ്, ഇങ്ങനെയൊക്കെ പറഞ്ഞ് പറ്റിക്കണം ഓരോരുത്തരെ. എന്നാൽ ജെനുവിനായിട്ട് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളത് ചെയ്യും. ജെനുവിനായിട്ട് ആൾക്കാർ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഇങ്ങനെയുള്ള ആൾക്കാരെ കണ്ടുമുട്ടുമ്പോൾ നമ്മൾ ആ ജെനുവിനായിട്ടുള്ള ആൾക്കാരെ പോലും തട്ടിപ്പാണെന്ന് നമ്മൾ വിചാരിച്ചു പോകും. അപ്പോൾ അവർക്ക് കിട്ടുന്ന നല്ലൊരു നിമിഷം പോലും, നമ്മുടെ കയ്യിൽ എന്തെങ്കിലും ഒരു പൈസ ആയാലും ഫുഡായാലും കിട്ടുന്ന ആ ഒരു നല്ലൊരു നിമിഷം പോലും അത് വെറുതെ പാഴായി പോകും.